പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മറിയാമിൻ്റെ അമലോത്ഭവത്വം, യാക്കോബായ സഭയുടെ വീക്ഷണം എന്ന വിഷയത്തെ പറ്റിയാണ് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു വീഡിയോ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട തോരിക്കാ സഭയിലെ ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ അവരുടെയാണ്. അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു വേദപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലതും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അമലോത്ഭവത്തെ പറ്റി പറഞ്ഞപ്പോൾ മുഴുവൻ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ യാക്കോബായ സഭയ്ക്ക് സാധ്യമല്ല. മറിയം അമലോത്ഭവയാണെന്ന്, അമലയായി ഉദ്ഭവിച്ചവളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് മറിയാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോൾ തന്നെ അവളെ ദൈവം വിശുദ്ധീകരിച്ച് ജന്മഭാവത്തിൽ നിന്ന് വിമുക്തയാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവകൃപ കൊണ്ട് നിറഞ്ഞവള്, കൃപ ലഭിച്ചവളാണ് മാലാഖ പറഞ്ഞത്. അദ്ദേഹം ദൈവകൃപ എന്നാക്കി, തെറ്റില്ല. പക്ഷെ അതാക്കണേതിനാ? കൃപ ദൈവത്തിൽ തന്നെ വരുള്ളൂ. പിന്നെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറയേണ്ട കാര്യമില്ല. കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞാൽ മതി. മാലാഖ പറഞ്ഞു അങ്ങനെയാണല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നത് കൃപ കൊണ്ട് നിറഞ്ഞ് സമൃദ്ധിയായി ഒഴുകുന്ന കൃപ കൊണ്ട് നിറഞ്ഞ് ജനിപ്പിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ വരപ്രസാദത്താൽ നിറഞ്ഞ് സമൃദ്ധിയായി കവിഞ്ഞൊഴുകി ആ വരപ്രസാദത്താൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ മറിയാമിൻ്റെ മാതാവായ ഹന്നയുടെ വയറ്റിൽ അവൾ ഉരുവായപ്പോൾ അവൾ വിശുദ്ധിയാക്കപ്പെട്ടു എന്നുള്ളതിനൊരു വാക്യം ഏതവസരത്തിൽ നിന്ന് അദ്ദേഹത്തിന് എടുത്തു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ പശീത്തോ സോറിയാനിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. അത് വന്നേ കടയാമ്പറമ്പിൽ കുര്യൻ കോറെപ്പിസ്കോപ്പായാൽ വിവർത്തനം ചെയ്യപ്പെട്ടതാണ്. അതാണ് ഞാൻ വായിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ വായിക്കുന്നില്ല. അത് ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോഴും നമുക്ക് കാണാം. അവിടെ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. മാലാഖ അവളുടെ അടുക്കൽ ചെന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ അത് കണ്ട് മാലാഖയുടെ വചനത്തിൽ പരിഭ്രമിച്ചുപോയി. ഈ സമാധാനം എന്ത് എന്നവൾ ചിന്തിച്ചു. മാലാഖ അവളോട്, മറിയാമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം മാലാഖ അവളോട് പറഞ്ഞത്, ഇബ്രാഹിം മാലാഖയോട് നമുക്കറിയാം ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. അദ്ദേഹം പറയുന്നത് ദൈവം പറയുന്നതിന് തുല്യമാണ്, സംശയമൊന്നുമില്ല. മാലാഖ അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. അപ്പോഴാണ് ആ കൃപ അവൾക്ക് ലഭിച്ചിട്ടുള്ളൂ. കാരണം അവൾ ഇത് കണ്ട് പേടിച്ചുപോയി, പരിഭ്രമിച്ചു. ഈ സമാധാനം എന്തെന്ന് ചിന്തിച്ചു. നേരത്തെ കൂട്ടി കൃപ അവൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, കൃപ കൊണ്ട് നിറയപ്പെട്ടവളായിരുന്നുവെങ്കിൽ അവൾക്ക് ആ സംശയം വരില്ലല്ലോ. ഒരുപക്ഷെ അവളിത് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അങ്ങനെ വ്യാഖ്യാനിക്കാം. അദ്ദേഹം പറഞ്ഞത് അവളത് അറിഞ്ഞിട്ടുണ്ട്. അവൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല, അവൾക്ക് പ്രതികരിക്കാൻ ശക്തി സാധിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ മറിയാമേ, നീ ഭയപ്പെടേണ്ട, എന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആ കൃപ ലഭിച്ചത് അപ്പോഴാണ്, നേരത്തെ ലഭിച്ചതല്ല. അദ്ദേഹം ഗ്രീക്കിൽ നിന്ന് ഒത്തിരി
വ്യാഖ്യാനങ്ങളൊക്കെ തരുന്നുണ്ട്. എനിക്ക് ഗ്രീക്ക് ഭാഷ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ പിതാക്കന്മാർക്ക് ഗ്രീക്ക് ഭാഷ അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അപ്പുറം മുതലൊക്കെ നോക്കുമ്പോൾ ഗ്രീക്ക് ഭാഷ അറിയാൻ വയ്യാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. അവരാരും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശദീകരണം തന്നിട്ടുമില്ല. റോമാസഭ ദൈവമാതാവ് അമലോത്ഭവയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിലുണ്ടായ അമലോത്ഭവവാദം തെറ്റാണെന്ന് വിശുദ്ധ പിതാക്കന്മാരുടെയും റോമാസഭയിലെ ചില അധികൃതരുടെയും പ്രസ്താവനകൾ കൊണ്ടും കാണാം. ഞങ്ങളുടെ പിതാക്കന്മാർ എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത് റോമാസഭയിലെ ചില പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും മറിയാം അമലോത്ഭവയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ്. 1854 ഡിസംബർ 8-ാം തീയതി വിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവം ജന്മഭാവമില്ലാതെയുള്ള ജനനം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏവരും വിശ്വസിപ്പാൻ ചുമതലയുള്ള ഒരു വിശ്വാസ സിദ്ധാന്തമായി 9-ാം പിയൂസ് മാർപ്പാപ്പ തീർപ്പ് ചെയ്തു. അപ്പോൾ 1854 ഡിസംബർ 8-ാം തീയതിയാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തെ അമലോത്ഭവയായി പ്രഖ്യാപിച്ചത്. വിശുദ്ധ സഭയുടെ വിശ്വാസത്തിൽ നിന്നും ഇന്നുവരെ കൂട്ടിച്ചേർത്ത വിശ്വാസങ്ങളിൽ ഇപ്പോൾ ഇത് അവസാനത്തേതാണ്. പിന്നെ വേറെ ഉണ്ടതാ പിന്നെ പറയാം. വിശുദ്ധ ഗ്രിഗോറിയോസ് തെയോലോഗോസ് കന്യക തന്നെ ഗർഭം ധരിച്ചു. അതിനു മുമ്പായി അവളുടെ ശരീരവും ആത്മാവും വിശുദ്ധ റൂഹായാൽ ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോഴാണ് ശുദ്ധീകരണം നടന്നു. കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായില്ല. വിശുദ്ധ റൂഹ അവളിൽ ആവസിച്ചപ്പോൾ അവളുടെ ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും അവൾ മോചിതമായി. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ മറിയാം ഉരുവായപ്പോൾ തന്നെ വേണമെങ്കിൽ അവളെ ജന്മഭാവത്തിൽ നിന്നും വിഭക്തിയാക്കാം, വിശുദ്ധിയാക്കാം. അതും ദൈവത്തിന് കഴിയും. പക്ഷെ അതിനൊരു വാചകം ഇല്ല. പിതാക്കന്മാരങ്ങനെ പറയുന്നുമില്ല. ഇനി ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജാതനായതുപോലെ വിശുദ്ധ മറിയാം ഭാര്യാഭർത്താക്കന്മാരിൽ നിന്നും ജാതയായവളാണ് വിശുദ്ധ എപ്പിഫാനിയോസ് പറയുന്നു. ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജാതനായതുപോലെ മറിയാം ഭാര്യാഭർത്താക്കന്മാരിൽ നിന്നും ജാതനായവളാണ് എന്ന് വെച്ചാൽ അവൾ ജന്മാവുണ്ടെന്നല്ല അർത്ഥം. അല്ലെങ്കിൽ യൂനാക്കീരനെയും ഹന്നായെയും മാതാപിതാക്കളെ അവൾ ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധീകരിക്കണം. അങ്ങനെ ഒരു സംഭവമൊന്നും വേദോസത്തിൽ കാണാനില്ല. പിന്നെ ദൈവം മാത്രമാണ് പാപമില്ലാത്തവൻ. ഭാര്യാഭർത്തൃ സംസർഗത്തിൽ നിന്നും ജാതരാകുന്നവരെല്ലാം പാപത്തിന് വിധേയരാണ്. വിശുദ്ധ അംബ്രോസ് പറയാണ്. എന്താ പറയുന്നത്? ദൈവം മാത്രമാണ് പാപമില്ലാത്തവൻ. അപ്പം അറിയാൻ പാപമുള്ളവളാണ്. ജന്മഭാവം ഉണ്ട് അവളിൽ, അതവരുള്ള കർമ്മഭാവമുണ്ട്. ഭാര്യാഭർത്തൃ സംസർഗത്തിൽ നിന്ന് ജാതരാകുന്നവരെല്ലാം പാപത്തിന് വിധേയരാണ്. അതാണ് അംബ്രോസ് പറയുന്നത്. അംബ്രോസ് ഒരു റോമാസഭയിലെ വിശുദ്ധനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പിതാക്കന്മാരൊക്കെ പറയുമ്പോൾ മറിയാം അമലോത്ഭവ അല്ല എന്ന് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. എല്ലാ മനുഷ്യരും പാപം ചെയ്തു പോയി. മനുഷ്യപുത്രിയുടെ ഉദരത്തിൽ ജനിക്കുന്നത് നിന്ദ്യമായി താൻ കരുതിയില്ല. മനുഷ്യപുത്രിയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നത് ഒരു നിന്ദ്യമായ സംഭവമായിട്ട് കർത്താവ് കരുതിയില്ല. വിശുദ്ധ കന്യാമറിയാവിൻ്റെ ഗർഭപാത്രം വെടിപ്പാക്കി നിർമ്മലമാക്കി താൻ അതിൽ വസിച്ചു. അങ്ങനെ വെടിപ്പാക്കിയത് കൃപ കൊടുത്തും പരിശുദ്ധാത്മാവിനെ കൊടുത്തും ആ ഗർഭപാത്രത്തെ ദൈവം നിർമ്മലമാക്കി. അതിനുശേഷമാണ് ഉൽപാദനം നടത്തുന്നത്. വിശുദ്ധ മാതാവ് ജന്മന കന്മഷഹീനയായിരുന്നുവെങ്കിൽ അത് അമാനുഷവും നമ്മുടെ കർത്താവ് മാതാവിന് സ്വീകരിച്ച മനുഷ്യത്വം ഒരു പ്രത്യേകതരം മനുഷ്യത്വവുമായി തീരും. ജന്മനാവളിൽ പാപമില്ലെങ്കിൽ കർത്താവ് സ്വീകരിച്ച ശരീരം ഒരു പ്രത്യേക ശരീരമായി തീരുമെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ജന്മസഹജവും ജന്മശേഷവുമുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിവുള്ള ഒരാളല്ല
പ്രത്യുത രണ്ടുപേരാണ് എന്ന് ഈ വാദത്തിൽ നിന്നും തെളിയേണ്ടി വരും. അപ്പം ജന്മസഹജവും ജന്മശേഷവുമുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിവുള്ള ഒരാളല്ല, പ്രത്യുത രണ്ടുപേരാണ്. അപ്പോൾ തൻ്റെ മനുഷ്യാവതാരത്തിൽ അവിടെ രണ്ടുപേരുടെ സാന്നിധ്യം വരികയാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാതെ, വിശുദ്ധ മാതാവ് ജന്മന കന്മഷഹീനയായിരുന്നുവെങ്കിൽ അത് അമാനുഷവും നമ്മുടെ കർത്താവ് മാതാവിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യത്വം ഒരു പ്രത്യേകതരം മനുഷ്യത്വമായി തീരും. ജന്മസഹജവും ജന്മശേഷവുമുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിവുള്ള ഒരാളല്ല, പ്രത്യുത രണ്ടുപേരാണ് എന്ന് ഈ വാദത്തിൽ തെളിയുന്നു. അപ്പോൾ ആ സ്വീകരിച്ച ശരീരത്തിൻ്റെ വ്യത്യാസം അവിടെ അങ്ങനെ വരികയാണ്. ഒന്നും കൂടെ വ്യക്തമാക്കാം. മനുഷ്യനെ രക്ഷവരുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഏകമാർഗം തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരവും രക്ഷണ്യ പ്രവർത്തനവുമാണ്. മനുഷ്യനെ രക്ഷവരുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഏകമാർഗം തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരവും രക്ഷണ്യ പ്രവർത്തികളുമാണ്. അങ്ങനെ അല്ലാതെയും താൻ ചെയ്യുന്നുവെന്ന വാദം മനുഷ്യാവതാരത്തെ അന്തസാരവിഹീനമാക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യനെ രക്ഷവരുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഏകമാർഗം തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരവും രക്ഷണ്യ പ്രവർത്തികളുമാണ്. കർത്താവിന് മനുഷ്യാവതാരം പോലെയാണ് നമുക്ക് പാപങ്ങളുടെ മോചനം കിട്ടിയത്. അങ്ങനെ അല്ലാതെയും താൻ ചെയ്യുന്നുവെന്ന വാദം മനുഷ്യാവതാരത്തെ അന്തസാരവിഹീനമാക്കുന്നു. അപ്പം മനുഷ്യാവതാരത്തിൽ താൻ സ്വീകരിച്ച ആ മനുഷ്യത്വം മറിയാമിൽ ആദ്യകാലം മുതലുണ്ടായിരുന്ന ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യത്വമല്ല, കൃപ ലഭിച്ചപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും മൂലം ലഭിച്ച ശുദ്ധീകരണത്തിൽ നിന്ന് ലഭിച്ച മനുഷ്യ ശരീരമാണ് എന്ന് നാം ഓർക്കണം. പിന്നെയും വ്യക്തമായിട്ട് പിതാക്കന്മാർ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ മൂലം ജന്മപാപമില്ലാതെയാണ് വിശുദ്ധ മാതാവ് ഉരുവായതെങ്കിൽ ഈ പറഞ്ഞതൊന്ന് വിശുദ്ധ റൂഹായുടെ വരവും ശക്തി നെടലിടലും ആവശ്യമില്ലായിരുന്നുവല്ലോ. ഉണ്ടോ? ജന്മന ദൈവകൃപ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവളാണ്, ദൈവ വരപ്രസാദം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവളാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിഴലിടലും ഒന്നും മറിയാവിന് ആവശ്യമില്ല. അല്ലാതെ തന്നെ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു പറഞ്ഞാൽ പോലെ വളരെ ശക്തിമത്തായ ഒരു വാദമാണ്. പിതാക്കന്മാർ പറയുന്നത് എൻ്റെ അല്ല കേട്ടോ. മാണിപ്പറമ്പലിച്ച് സ്വയം വിശദമായിട്ട് ചിലതൊക്കെ പറയുന്നുണ്ട്, സഭയ്ക്ക് അതിന് അധികാരമുണ്ട്, അത് സമ്മതിക്കണം. പക്ഷെ ഇവിടെ അത് യുക്തമല്ല. ഇത്രമാത്രം വിശുദ്ധയാണ് അവളെങ്കിൽ പിന്നെ പരിശുദ്ധ റൂഹായുടെ ആവാസം അവിടെ ആവശ്യമില്ല. ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞപ്പോഴും മറിയാമിന് സംശയം ഉണ്ടായി. അപ്പോൾ ഇനി പരിശുദ്ധ റൂഹ വരും, വളരെ ക്ലിയറാക്കി കൊടുക്കണം. അവിടെയും അവൾക്ക് സംശയം വരാണ്. അവൾ ആദ്യം മുതലേ വിശുദ്ധിയാണെങ്കിൽ ആ സംശയം അവളിൽ വരേണ്ട കാര്യമില്ല. ഇപ്പോഴാണ് വിശുദ്ധീകരിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലമാണെന്ന് അവൾക്ക് വ്യക്തമാക്കി കൊടുക്കാനും നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോഴേ അവൾ വിശുദ്ധീകരിക്കപ്പെട്ടുള്ളൂ. അപ്പോഴേ അവൾ നിർമ്മല കന്യകയായുള്ളൂ. കന്യകയാണ് അവൾ. നിർമ്മലയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും വ്യത്യാസമില്ലേ? ദൈവകൃപ കൊണ്ട് നിറച്ച് നിർമ്മിക്കപ്പെട്ടു, പരപ്രസാദം കൊണ്ട് അത് സമൃദ്ധിയായിട്ട് ഒഴുകി നിർമ്മിക്കപ്പെട്ടു എന്നൊന്നും ജന്മനാമത്തിൽ അവൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ തെളിവുകളൊന്നുമില്ല. കൃപയിൽ വലുതല്ല പരിശുദ്ധാത്മാവ്. നോഹയ്ക്ക് കൃപ ലഭിച്ചു, ഒന്ന് കാര്യമായോ? പരിശുദ്ധാത്മാവ് ദൈവമാണ്, കൃപ ദൈവമല്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാ മനുഷ്യരിലും വെച്ച് ജന്മഭാവത്തിൽ നിന്നും ഒന്നാമതായി വിശുദ്ധീകൃതയായത് വിശുദ്ധ മാതാവാകുന്നു. അത് സമ്മതിക്കാം. നമ്മളൊക്കെ ജന്മഭാവത്തിൽ നിന്നും മോചനം പ്രാപിച്ച് വിശുദ്ധ മാമോദീസ മൂലമാണ്. എന്നാൽ മാതാവിന് ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മോചനം കിട്ടിയത് മാമോദീസയ്ക്ക് മുമ്പേ ദൈവത്തിൻ്റെ വചനം മൂലം, മലാഖയുടെ ആ വചനം മൂലം പരിശുദ്ധാത്മാവ് അവളിൽ ആവസിച്ച് അവളെ ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മോചിതയായി. അങ്ങനെ അതുകൊണ്ട് അവൾ വിശുദ്ധയാണ്. അപ്പോൾ മുതലാണ് വിശുദ്ധ. അപ്പോൾ മുതലാണ് അവൾ അമലയായി തീരുന്നത്. വിശുദ്ധ മാതാവിൻ്റെ വിശുദ്ധിയോട് തുല്യമായി വേറെ വിശുദ്ധിയില്ല, വേറെ വിശുദ്ധരുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എന്തെന്നാൽ അവൾ ദൈവമാതാവാകുന്നു, കറയില്ലാത്ത കന്യ എന്ന് വിശുദ്ധ സഭ പറയുന്നതിൽ അമലോത്ഭവ സിദ്ധാന്തം അന്തർഭവിച്ചിരിക്കുന്നുവെന്ന് റോമാസഭ പറയുന്നതിൽ അസത്യവും യുക്തിഹീനതയും മുൻപറഞ്ഞ വാദങ്ങൾ കൊണ്ട് തെളിയുന്നു. അപ്പോൾ അമലോത്ഭവയാണ് മാതാവെന്ന് അറിയാവുന്ന യാക്കോബ സഭ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പിന്നെ നന്മ നിറഞ്ഞവൾ, ഒരിക്കലും ഒരു പരീക്ഷ പ്രമാണിയൊന്നും ചോദിക്കുന്നു, ഞാൻ എൻ്റെ ഗുരു, നീ നല്ലവരാണല്ലോ, ഞാൻ പൂർണ്ണമാവൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? അപ്പം നന്മ പൂർണ്ണമായിട്ട് ചെയ്താൽ അവന് സ്വർഗരാജ്യം കിട്ടുമെന്നു. അപ്പോൾ കർത്താവ് എന്നെ നല്ലവരെന്ന് വിളിക്കണതിനാ? എന്നിൽ നന്മ പൂർണ്ണമുണ്ട്, പക്ഷെ അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. നല്ലവന് ഒരുവനേ ഉള്ളത് ദൈവം മാത്രമാണ്. അപ്പം എന്ന് പറയുമ്പോഴും നന്മ നിറഞ്ഞവനാണ് നല്ലവൻ. നന്മ നിറഞ്ഞവളെ എന്ന് പറയുമ്പോൾ മാണിപ്പറമ്പിലച്ചൻ ഗ്രീക്ക് വാക്ക് ഉദ്ധരിച്ച് വളരെ വിശദമായിട്ട് നന്മ നിറഞ്ഞവളെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാരാരും അങ്ങനെയൊന്നും പഠിപ്പിച്ചില്ല. നന്മ നിറഞ്ഞവൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നന്മ നിറഞ്ഞവളെന്ന് ചൊല്ലൂല, കൃപ നിറഞ്ഞവളെന്ന് ഞങ്ങൾ ചൊല്ലുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മറിയം ഒരിക്കലും അമലോത്ഭവയല്ല. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ നേരത്തെ വിശുദ്ധീകരിക്കേണ്ടിയിരുന്നു. മാതാപിതാക്കളിൽ നിന്നാണ് അവൾ ജനിക്കുന്നതെന്നുള്ള സംശയമൊന്നുമില്ല. വേറെ ആ ജന്മത്തിനൊരു പ്രത്യേകതയും അവിടെ കാണുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ആദ്യം മുതൽ നിന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടത്. ദൈവത്തിന് നിശ്ചയമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കൃപ കൊണ്ട് നിറച്ചു എന്നോ വരപ്രസാദം കൊണ്ട് നിറച്ചു എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വേദപുസ്തകത്തിലിട്ട് പറയുന്നുമില്ല. അവളെ തിരഞ്ഞെടുത്ത് അവൾക്ക് മാത്രമേ ഈ ഭാരം എന്ന് പറയുന്നത്, പുരുഷനെ കൂടാതെ സ്ത്രീ ഗർഭം ധരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ കല്ലെറിയും. ഒരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞേ, മറിയാം അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ചോദിച്ചപ്പോൾ പാസ്റ്റർ ചിരിച്ചോട്ട് പറയും, ഒന്നും സംഭവിക്കാൻ പോലുള്ളത്. മറിയാൻ വലിയ ആളുണ്ടാവുന്നു. അപ്പം ആ പാസ്റ്റർക്ക് അതിനെ പറ്റി വലിയ വിവരമില്ല, ആ പേര് പറയണില്ല. ഞാൻ ഇതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കന്യക ഗർഭം ധരിക്കുകയാണ്. പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ആളുകൾ എന്തൊക്കെ പറയാവളെ, ഇതൊക്കെ സഹിക്കാൻ മറിയാം സമ്മതിക്കുകയാണ്. ഞാൻ ദാസി, എന്നിലൊന്നുമില്ല, ഒക്കെ നിൻ്റെ കാര്യമാണ്. ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കാം. നിനക്കിനി എന്നിൽ എന്ത് ചെയ്യാം? പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുമെല്ലാം കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നവരൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് മാതാവ് വിശുദ്ധീകരിക്കപ്പെട്ടത് കൃപ ലഭിച്ചവളെ, ദൈവത്തിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോഴാണ് അത് പശീത്വ സുറിയാനി എന്നുള്ള വിവർത്തനാണ്. ഒന്നേ കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു, ബൽപ്പാനായിരുന്നു. അതിനെ ധിക്കരിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ റോമാസഭയിലെ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഞാനിവിടെ വായിക്കുകയും ചെയ്തു. ഇതാണ് യാക്കോബ സഭയുടെ വീക്ഷണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.